അപ്പോൾ ഇന്ന് ഡേ 4 ആണ്. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മൾ പട്ടായ ഇവിടുത്തെ സ്റ്റേ ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്തിപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് നമുക്ക് രണ്ട് ഡെസ്റ്റിനേഷനേ ഉള്ളൂ. ഒന്ന് ഗോൾഡൻ ടെമ്പിളും ഒന്ന് മാർബിൾ ടെമ്പിളും. അപ്പം ഇത് രണ്ടും കഴിഞ്ഞിട്ട് നേരെ ബാങ്കോക്കിലേക്കാണ് പോകുന്നത്. ബാങ്കോക്കിൽ പോയിട്ട് പിന്നെ ഫ്രീ ഈവനിങ്, വേറെ പരിപാടിയൊന്നും ഇന്നില്ല. അപ്പം പറഞ്ഞു വന്നാൽ പട്ടായയിലെ ലാസ്റ്റത്തെ ദിവസം ഇന്ന് പോകുന്നതിന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്ര ദിവസം ഇവിടെ നിന്നുകൊണ്ട് നല്ല രസമായിരുന്നു. ഇനിയിപ്പം 2 ദിവസം കൂടി നമ്മളിവിടെ ട്രിപ്പുള്ളൂ. അത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ബാക്ക് ടു കേരള. നമ്മളിപ്പോൾ ഇവിടെ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്നത് ഇത് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഗോൾഡൻ ബുദ്ധ എന്നൊക്കെ, 700 വർഷം പഴക്കമുള്ള ടെമ്പിളാന്നൊക്കെയാണ്. നമുക്കെന്തായാലും പോയി കണ്ടിട്ട് വരാം. ഇവിടെ നമുക്ക് ആകെ 30 മിനിറ്റ് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് കാണേണ്ടി വരും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ സംഭവം അകത്തേക്ക് വേറെ ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് Golden Temple. No video inside. Okay. ഗോൾഡൻ ടെമ്പിളിന്റെ മുകളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്, ടോപ്പിൽ. അവിടെ നിന്ന് നോക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കണ്ടോ കുറേ ബിൽഡിങ്സ് ഒക്കെ പ്രത്യേക ഒരു സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത്. ടെമ്പിളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ പോലെ തന്നെയാണ്. ആ റോഡിൻ്റെ അപ്പുറത്ത് കണ്ടോ കളർഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഡെസ്റ്റിനേഷൻ മാർബിൾ ടെമ്പിൾ. അടിപൊളിയല്ലേ? പക്ഷെ ഭയങ്കര വെയില. നമ്മൾ പുറത്തേക്ക് പോകാൻ പൊള്ളുന്ന പോലത്തെ ഫീലാണ്. നമ്മുടെ ഇതിന്റെ അടിയിൽ കയറി നിൽക്കുക. ഇത് മൊത്തം ചുറ്റും കറങ്ങണം എന്ന് ആലോചിക്കുമ്പോൾ ഒരു ഇത്. പിന്നെ ഇതിന്റെ ചുറ്റും വേറെ ഇതേപോലെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിലോട്ടൊക്കെ കുറെ സെയിം ബിൽഡിംഗ് പോലത്തെ സംഭവം ഉണ്ട്, ചെറുതൊക്കെ. അപ്പം ഇതെങ്ങോട്ടാ കയറണ്ടേ എവിടെ ഇറങ്ങണ്ടേന്നൊന്നും അറിയില്ല. മൊത്തത്തിൽ നോക്കി പിന്നെ അകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ക്ലോസ്ഡ് പോലെ കാണുന്നത്. അതിൽ കൂടെ ആൾക്കാർ എൻട്രി ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് ചിലപ്പം എൻട്രി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇച്ചിരി ഇഷ്ടപ്പെട്ടോ? വേറെ ആർക്കിടെക്ചർ സംഭവമൊക്കെ അടിപൊളിയല്ലേ? ഇത്ര വർഷം പഴക്കമുണ്ടാവുമല്ലോ ഇതിന്. മറ്റേ ഗാർഡൻ ഇതൊക്കെ നല്ല ഇതിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും നമ്മുടെ ഇന്ത്യൻസിനെ കാണുന്നു. കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ കേട്ടോ. പിന്നെ അവിടെ ഇവിടെ അല്ലറച്ചില്ലറ മലയാളീസിനെ നമുക്ക് നോക്കാം. പിന്നെ ഇവിടുത്തെ ഈ പാലം കണ്ടോ? ഇത് അങ്ങോട്ട് കാണിക്കും. ഒരു പാലമുണ്ട്. ഇവിടെ മിക്കയിടത്തും ഇപ്പം നമ്മൾ സാധാരണ മെയിൻ റോഡിൽ കൂടി പോവുകയാണെങ്കിൽ ഇതേപോലെ കുറേ കുഞ്ഞു പാലുണ്ട്. ഈ കനാലിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പാലമൊക്കെ നല്ല ഭംഗിയിൽ അവർ പണിത് വെച്ചു. പിന്നെ ഹാൻഡ് റെയിലൊക്കെ കണ്ടോ? ഇതേപോലെ ഓരോ പാലത്തിനും ഓരോരോ ഡിസൈൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയാണ്. പിന്നെ ബാക്കി നമ്മൾ വന്ന വഴി കുറേ എണ്ണം കണ്ടു. അതിനെ വണ്ടി അതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഒന്നാമത്തെ കാര്യം മറ്റേ ഈ ബുദ്ധ ടെമ്പിൾ ആയതുകൊണ്ട് ഇവിടെ കുറേ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മളിങ്ങനെ അവിടുത്തെ ഇതൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ ഇവിടെ കുറേ മോങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കാനോ അങ്ങനെ സൗണ്ട് ഒന്നും അധികം എടുക്കാൻ പാടില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ചില ഏരിയയിൽ അവർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനൊരു ഇത് എപ്പോഴാണ് പുറകിൽ നിന്ന് വിളി വരിക എന്ന് അറിയും. ഇവിടെ നമ്മളിപ്പോൾ ഇതിൽ കൂടി എൻട്രൻസിൽ കൂടി കയറി ഇതിൽ ചുറ്റി ഇതിൽ കൂടി വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഇരിക്കാനുള്ള ബെഞ്ചസും അതും പിന്നെ നമുക്കെന്താ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. അധികം സൗണ്ടോ അധികം ക്രൗഡോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഓരോരോ സ്ഥലത്ത്, കാരണം കുറേ ഏരിയ ഉണ്ട് ചുറ്റും. അപ്പോൾ എല്ലാവരും ഓരോരോ സ്ഥലത്ത് പോയി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഫോട്ടോസ് എടുക്കുന്നു. കുറേ പേര് ചുമ്മാ ഇരുന്ന് അവിടെ കിടക്കുന്നു. നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു തണുപ്പ് പോലത്തെ സ്ഥലമാണ് അവിടെ. പിന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ച് വെയിലായതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നമ്മളിവിടെ വന്ന ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഭയങ്കര ചൂടും ഭയങ്കര വെയിലുമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ തന്നെ മടുത്തു. ഇനിയിപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇനിയിപ്പോൾ നേരെ ഹോട്ടൽ, പുതിയ ഹോട്ടൽ, ബാങ്കോക്കിലെ ഹോട്ടലിൽ പോകുന്നു, അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നു. പിന്നെ ഫ്രീ ഈവനിങ്. ബാക്കി നാളത്തെ ഇതിൽ സഫാരി വേൾഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. നാളെ വൈകുന്നേരം നാളെ രാത്രി നമ്മൾ ഫ്ലൈറ്റ് കയറും. അത് കഴിഞ്ഞുള്ള ദിവസം രാവിലെ വെളുപ്പിന് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തും. Sorry. അപ്പം നമ്മൾ പട്ടായയിൽ നിന്ന് നേരെ ബാങ്കോക്കിലേക്ക് എത്തി. ഇതായിട്ടാണ് പുതിയ റൂം. പക്ഷേ മറ്റേ എനിക്ക് ഫസ്റ്റ് വന്ന ഹോട്ടലിലെ റൂമാണ് ഇഷ്ടപ്പെട്ടത്. ഇത് വലിയ വൈബായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറച്ച് ഫെസിലിറ്റീസൊക്കെ കുറച്ചും കൂടി ഉണ്ട്. ഇവർ തന്നെ ഹോട്ടലിൽ ഇതാ നമ്മുടെ കുട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, കണ്ടോ? ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അകത്തിടാനുള്ള ചെരുപ്പ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു പില്ലോയും പിന്നെ കുറച്ച് ഹാങ്ങേഴ്സ് അത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്. മറ്റേ ഹോട്ടലിൽ ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നില്ല. പിന്നെ കെറ്റിൽ, വാട്ടർ, ടി വി, കണ്ടോ? ഇതാണ് നമ്മുടെ റൂം. അങ്ങനെ കുഞ്ഞു ഒരു ഇടുങ്ങിയ റൂം. നമുക്ക് ഈ വിൻഡോ ഓപ്പൺ ചെയ്താലും പുറത്തേക്കൊന്നും കാണാനില്ല. കാരണം ഇത് മെയിൻ ഒരു ടൗൺ പോലത്തെ ഏരിയ. ഫുള്ള് ചുറ്റും ബിൽഡിങ്ങും കുറേ ഇലക്ട്രിക് വയേഴ്സും ഇതൊക്കെ ഉള്ളൂ. പിന്നെ ബാത്റൂം ആണെങ്കിലും ലൈറ്റൊക്കെ എവിടെയാണ്? ഓക്കെ, ഇതാണ് ബാത്റൂം. നല്ല വെള്ളപൂശിയ ബാത്റൂം. മാത്രമല്ല കാർഫുള്ളാണ് കേട്ടോ. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം ഇത് ബാക്ക് ക്യാമറ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന മറ്റേ ഹോട്ടലിലെ ബാത്റൂമിലാണെങ്കിൽ മറ്റേ ബാത്ത് ടബായിരുന്നു. ഇവിടെ ബാത്ത് ടബില്ല. ബട്ട് ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. പൊടി അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കര ഒരു ഇടുങ്ങിയ പോലെ. നമ്മൾ ആദ്യം നിന്ന ഹോട്ടൽ അടിപൊളിയായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ചെടികളും പുറത്തിറങ്ങിയ നല്ല മരം. പിന്നെ ടൗണിലാണെങ്കിലും അത് കുറച്ച് ഒരു മാറുള്ള സ്ഥലത്താണ്. അവിടെ ആ ഹോട്ടലിൻ്റെ തന്നെ കുറേ ചുറ്റുപാട് കുറേ ഏരിയ ഉണ്ട്. ഇതിന് അധികം ഏരിയ ഇല്ല. നേരെ മെയിൻ റോഡിൽ നിന്ന് നേരെ കയറുന്നത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര സഫോക്കേഷൻ പോലെ. പക്ഷെ കൊള്ളാം, ഫെസിലിറ്റീസ് ഉണ്ട്, വൃത്തിയുണ്ട്. പിന്നെ മിനി ഫ്രിഡ്ജുണ്ട്. എന്നാലും ഇനിയിപ്പം ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകണം. അപ്പോൾ ഓൾറെഡി വെയിലടിച്ച് മൊത്തം എന്താ കറുത്ത് കരിവാളിച്ച് പാണ്ടിക്കുഞ്ഞിനെ പോലെ, അല്ലെങ്കിൽ പാണ്ടിക്കുഞ്ഞായിരുന്നു, പാണ്ടിക്കുഞ്ഞ് പോലെയായി. അപ്പോൾ ഇനി പുറത്ത് ഫുഡ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചാട്ടുചാട്ട് മാർക്കറ്റ് ഇവിടെ അടുത്താണോ എന്ന് അറിയില്ല. എനിക്ക് നോക്കിയപ്പോൾ ഒരു 5.4 സംതിങ് കിലോമീറ്റർ കാണിച്ചേ. വരുന്ന വഴിക്കാൻ നോക്കി. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് നോക്കിയില്ല. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ അത്യാവശ്യം അടുത്തുള്ള സ്ഥലങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് വേറെ പരിപാടി പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനിലൊന്നും ഇനി പോകാനില്ല. ഇന്നത്തെ ഡേ ഫുൾ വൈൻഡപ്പായി. അത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ നമ്മൾ സഫാരി വേൾഡും മറൈൻ വേൾഡിലൊക്കെയാണ് പോവുക. അപ്പം മുമ്പ് നമ്മൾ അവിടെ പട്ടായ ബീച്ചിലുണ്ടായിരുന്നപ്പം അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലിലെ ആൾക്കാർ തന്നെ ഇന്നിപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ എല്ലാം പരിചയമുള്ള മലയാളീസാണ്. അപ്പം എല്ലാവരും വേറെ വേറെ പാക്കേജ് ആണെങ്കിലും താമസിക്കുന്നതും ഏകദേശം നമ്മുടെ ടൂറിൻ്റെ സംഭവം പോകുന്ന സ്ഥലങ്ങളൊക്കെ സെയിമാണ്. നമ്മൾ എവിടെ പോയാലും കാണുന്നവരെ തന്നെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുന്നത്. തിരിച്ചു പോകുന്നതും സെയിം ഫ്ലൈറ്റിൽ തന്നെയാണ്. അത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ബാങ്കോക്കിലാണുള്ള. ബാങ്കോക്കിൽ പ്ലാറ്റിനം മാളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വേറൊരു മോളുണ്ട്, പെലേഡിയം മോൾ എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്.
അപ്പം ഈ മാളിൽ നമ്മൾ ജസ്റ്റ് പ്ലാറ്റിനം മാളിൽ പോകണമെന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷെ വന്നപ്പോൾ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ കയറിയതാണ്. ഇവിടെ എന്ന് വെച്ചാൽ മെയിനായിട്ടും കുറേ ഫ്ലോർ ഉണ്ട്. പക്ഷേ മുകളിലത്തെ കടകളൊക്കെ ഏകദേശം ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പം അതൊക്കെ വെക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇവിടെ താഴെ കുറേ ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ കുറേ സംഭവം കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ നല്ല വിലക്കുറവാണ്. കണ്ടോ 120 ബാത്ത് 80 ബാത്തിനൊക്കെ ചെറിയ ഷോർട്ട്സും സംഭവമൊക്കെ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ്സ് ഒക്കെ ഉണ്ട്. കുറേ ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ ഷോപ്പ് ചെയ്യാൻ നല്ല ഓപ്പർച്യൂണിറ്റി ആട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ, ഡ്രസ്സിൻ്റെ ഒക്കെ ആണെങ്കിലും എല്ലാം. ഇതിപ്പോൾ ചെറിയൊരു ഏരിയ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിന് ചുറ്റും ഉള്ളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കുറേ ഭാഗം നമ്മൾ കാണാനുണ്ട്. മറ്റേ ചപ്പൽസൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. അടിപൊളി ഇന്നർ വെയർ ഒക്കെ ഉണ്ട്. 4 പീസിന് 100 ബാത്ത്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ മെയിനായിട്ട് മറ്റേ മസാജ് സെൻറ്റേഴ്സ് ഒക്കെയാണ് കൂടുതലും ഇപ്പോൾ. അല്ലാണ്ട് ഷോപ്സ് ആയിട്ട് ഇപ്പോൾ ഒന്നും കാണുന്നത് 1-2 ചെറിയ കുഞ്ഞു കടയന്തേ ഉള്ളൂ. അപ്പം എന്തായാലും പലേഡിയം മാളിൽ നിന്ന് നമ്മളിപ്പം പ്ലാറ്റിനം മാളിലേക്ക് പോകാൻ പോവാം. അപ്പം നമ്മളിപ്പോൾ പ്ലാറ്റിനം മാളിലെത്തി. പ്ലാറ്റിനം മാളിൽ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ കയറിയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ കുറേ സംഭവമുണ്ട്. നമുക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ. പക്ഷേ റേറ്റ് കൂടുതൽ എനിക്കൊന്ന് സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണും. ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഇപ്പോൾ കയറി കണ്ടു തീർന്നില്ല. ചുമ്മാ ഒന്ന് ഓടിച്ചിട്ട് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറയാം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചുകൊണ്ട് നമ്മളിവിടെ പ്ലാറ്റിനം മാളിലെ ടോപ്പിൽ ഒന്നിവിടെ എന്താ ഔൾ കഫേ എന്ന് പറഞ്ഞ കഫേ കേട്ടോ. അവിടെ നമ്മളൊരു കാരമൽ ടായ്റ്റി മേടിച്ചു. കാരണം ഞെട്ടിക്കാണ് കൊള്ളാം. ഈ തായ് മിൽക്ക് ടീ തായ് സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് നമ്മളിപ്പോൾ ഡെയിലി കുടിക്കുന്ന സംഭവം ഇത് കൂടുതലും. പിന്നെ മാച്ച വലിയ ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര കയ്പുള്ള സംഭവം പോലെ തോന്നി. തായ് മിൽക്ക് ടീ ഒക്കെ അടിപൊളി കേട്ടോ. പിന്നെ ഇവിടെ കൂടുതലും എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഷോപ്പിംഗ് ഒക്കെ പട്ടായയിൽ നിന്ന് ചെയ്തിട്ടാണ്. കുറേയൊക്കെ ഷോപ്പിംഗ് അവിടെ നിന്ന് ചെയ്തു. ഇപ്പോൾ ലഗേജ് ഏകദേശം വെയിറ്റ് കറക്റ്റായിട്ട് നമുക്ക് ഒരാൾക്ക് 7 kg പറ്റത്തുള്ളൂ. ഇപ്പോൾ 2 ആളുടെ കൂടി ഒരു 14 kg നമ്മൾ രാവിലെ പട്ടായയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ ഹോട്ടലിൽ നമ്മൾ വേ ചെയ്തു. 2 ആളുടെയും കറക്റ്റ് 14 kg ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നമ്മൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഡ്രസ്സിനൊക്കെ റേറ്റ്, ഡ്രസ്സ് ചെരുപ്പ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ റേറ്റ് നല്ല കുറവ് ഇവിടെ നമ്മുടെ ബാങ്കോക്കിലാണ്. പക്ഷെ എനിക്കൊന്ന് ഫുഡിന് കുറച്ച് റേറ്റ് കൂടുതൽ ഇവിടെ ആയിരിക്കും, ബാങ്കോക്കിലായിരിക്കും പട്ടായനെ വെച്ച് നോക്കുമ്പോൾ. പട്ടായ കുറച്ചും കൂടി ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് എക്സ്പെൻസീവ് കുറവാണ്. അപ്പം ആരെങ്കിലും ഇനി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പട്ടായന്ന് ഡ്രസ്സും അതുപോലെ ചപ്പൽസും അധികം വാങ്ങാതിരിക്കുക. അവിടെ നമുക്ക് വാങ്ങുന്ന റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് 2-3 പെയറൊക്കെ മേടിക്കാൻ പറ്റും. മെയിനായിട്ടും പലേഡിയം മാൾ, പ്ലാറ്റിനം മാളിലൊക്കെ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റൈലിലെ ഡ്രസ്സും അതുപോലെ ചെരുപ്പ്, ഷൂസ്, പിന്നെ നമ്മുടെ ആക്സസറീസ് ഒക്കെ 20 ബാത്തിന് നമ്മുടെ ഹെയർ ക്ലിപ്സ് അതുപോലെ ഇയർ റിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ ഇവിടുന്ന് മേടിക്കാൻ നോക്കാം. പിന്നെ ഇവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ഐറ്റംസ് ആണ്. പിന്നെ അതൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ടായിരിക്കും അത്ര റേറ്റ്. അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഷോപ്പിംഗ് നല്ല സ്ഥലം ബാങ്കോക്ക് തന്നെയാണ് ഞാൻ പറയുള്ളൂ. പിന്നെ സ്ഥലം കാണാനുള്ളതും പിന്നെ നമുക്കൊരു കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും പട്ടായ തന്നെയാണ്. ബാങ്കോക്ക് കൂടുതലും അടുപ്പിച്ചടുപ്പിച്ച് ബിൽഡിങ്സും ഭയങ്കര ട്രാഫിക് അങ്ങനത്തെ ഒരു ഹറിബറി സിറ്റി ആയിട്ട് എനിക്ക് തോന്നി. പട്ടായ കുറച്ചും കൂടി നമുക്ക് ഓപ്പണാണ്, നല്ല അധികം ചൂടുമില്ല, അധികം ട്രാഫിക് ബ്ലോക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അധികം ബിൽഡിങ്സ് ഉണ്ടെങ്കിലും ഫുള്ള് കുറേ ചെടികളും മരങ്ങളും ഉള്ള കാരണം നമുക്ക് ഭയങ്കര നല്ലൊരു ഫീലായിട്ട് അവിടെ തോന്നും. അപ്പം ഇപ്പോൾ 8 മണിക്കൊന്നും ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നു തോന്നുന്നുണ്ട്. കാരണം മിക്ക സ്റ്റോറുകളിലും ഇപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ക്ലോസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇത് കുടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നമ്മളെ റൂമിലോട്ട് പോവാം. ബാക്ക് വീഡിയോ. നമ്മളപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. നമ്മൾ കുറേ പ്ലാറ്റിനം മോളും അവിടെയൊക്കെ കറങ്ങി ഭയങ്കര ടയേർഡായി. കാലൊക്കെ നല്ല വേദനയുണ്ട് കാരണം വൈകുന്നേരം ഇറങ്ങിയതാണ്. ഇപ്പോൾ ടൈം ഏകദേശം 10 മണിയോളം ആവാനായി. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യനൊക്കെ. പക്ഷേ അവിടെയൊക്കെ നല്ല റേറ്റാണ്, കത്തി റേറ്റാണ്. അതുകൊണ്ട് അവിടെ കഴിക്കാൻ നമ്മൾ തൊട്ടടുത്ത് തന്നെ വേറെ ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വന്നപ്പോൾ. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ ക്രിസ്പി പോർക്ക് ഫ്രൈഡ് റൈസാണ് മേടിച്ചത്. അപ്പം എനിക്ക് ഇതിനെ കഴിഞ്ഞ് മറ്റേ ക്രിസ്പി പോർക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെട്ടത്. കണ്ടോ ഇതിൽ പന്നിയുടെ ഇത് നല്ല
ഫ്രൈ ചെയ്ത് സ്കിന്നോടുകൂടി ഫ്രൈ ചെയ്തിട്ടുള്ള, പക്ഷെ നല്ല രസം, നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചിട്ട് ഈ പന്നി മാത്രം ഫ്രൈ ചെയ്തത് സെപ്പറേറ്റ് ഡിഷായിട്ട് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ കൊണ്ടുത്തരുന്നു പറഞ്ഞു. അതിന് 200 ബാത്താ. ഇതിന് ചിക്കൻ ഫ്രൈഡ് റൈസിന് ഹാഫ് പോർഷൻ നമ്മൾ മേടിച്ചത്. അതിന് എത്ര 60 ബാത്തോ? 60 ബാത്ത്. മറ്റേതിനും 60 ബാത്താണ്. പോർക്ക് മാത്രമായിട്ട് വാങ്ങിച്ചത് കൊണ്ട് മറ്റേത് 200 ബാത്താണ് പറഞ്ഞു. ശരിക്കും 250 200-ന് അവർ നമുക്ക് വേണ്ടി തരുമെന്ന് പറഞ്ഞു. റൈസ് ഇല്ല, അതുകൊണ്ട് 200 മതി എന്ന് പറഞ്ഞവർ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ലോക്കൽ ഷോപ്പിൽ നിന്ന് കഴിക്കുന്നത് ശരിക്കും അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇന്ത്യൻ ഹോട്ടലിൽ സ്റ്റാർട്ടിങ് തന്നെ ഫുഡിൻ്റെ 260 രൂപ 270 രൂപ. അവിടെ 100യുടെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാം 200, 300, 400, 800 ആ റേഞ്ചൊക്കെ. ഇവിടെ എല്ലാ ഫുഡിനും 70, 80, 60, 70, 80 വരും. പിന്നെ കൂടുതൽ ലോക്കൽസ് കയറുന്ന കട നോക്കി കയറിയാൽ മതി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡുമാണ്. റേറ്റും അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹോട്ടലിൽ കയറുകയാണെങ്കിൽ ഒരു ഡിഷ് കഴിക്കുന്ന റേറ്റ് നമുക്ക് ഇവിടെ 3 ഡിഷ് കഴിക്കാം. ഇല്ലെങ്കിൽ നേരെ ഹോട്ടലിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാം. ഭയങ്കര ക്ഷീണം പിടിച്ചു, കണ്ണൊക്കെ അടഞ്ഞു പോവാം. കണ്ണിൽ കുരുവും വരുന്നുണ്ട് കേട്ടോ. ഇത്രയും ദിവസമായിട്ട് ഉറപ്പമൊന്നും ശരിയാവില്ല. ആകെ രാത്രി ഫുൾ ടൈം എല്ലാ ദിവസവും എവിടെയൊക്കെ കറങ്ങി കിടന്നും ഹോട്ടലിൽ കയറുമ്പോൾ നല്ല ലേറ്റാവും. അപ്പം നാളെ നമുക്ക് 8 മണിക്ക് ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യണം. ഇന്നിപ്പോൾ രാത്രി ചെന്നിട്ട് അവിടെ ചെന്ന് പാക്ക് ചെയ്ത് എല്ലാം അടുക്കി പറക്കി വെച്ചാൽ രാവിലെ എണീറ്റ് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എണീറ്റില്ല, ലേറ്റാവും. അപ്പം ഇനി പോർക്കും കൂടി വരട്ടെ. അതുവരെ നമുക്ക് ഞാൻ പറഞ്ഞ സംഭവം വന്നു. ക്രിസ്പി പോർക്ക് ഫ്രൈ വന്നു. ഇതുണ്ട്, പന്നി നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കും. ഇത് മുകളിലത്തെ സ്കിന്നുണ്ട്, അത് ഭയങ്കര ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ സോസ് വരുന്നത് ഡിപ്പ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് ടേസ്റ്റ് നോക്കട്ടെ. റിവ്യൂ പറ, എങ്ങനെയുണ്ട്? നമ്മളടുത്ത പോലത്തെ ടേസ്റ്റ് ഒന്നുമല്ല, വേറെന്തോ ഒരു ടേസ്റ്റ്. ഇതിനോട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് സംഭവം. സോസിൽ മറ്റേ ചില്ലി ഫ്ലേക്സും പിന്നെ എനിക്കൊന്നും ഇവരെല്ലാ സോസിലും ഉണക്കച്ചെമ്മീൻ എന്തോ ചതച്ച് ചേർക്കുന്നുണ്ട്. ഒരു ഉണക്കമീൻ്റെ ഒരു ചോ വരുന്നുണ്ട്. പിന്നെ വിനേഗർ എന്തോ, ഒരു പുളിയും ഉപ്പും എരിവും എല്ലാ ഫ്ലേവറും കൂടി മിക്സ് ആയിട്ടുള്ള സംഭവം. അതാണ് പിന്നെ പറയാണ്ടോ 2 വാക്ക്. ക്ഷീണിച്ച് കിറങ്ങിയിരിക്കുക, വാക്കുകളൊന്നും ഇല്ല. തിന്നാ കിടന്നുറങ്ങുക. ഓക്കെ, ബൈ.